ഇതായിട്ട് പറഞ്ഞേക്ക് ഞങ്ങളാകെ അങ്ങോട്ട് ഞാൻ പോവും. അപ്പൊ ഇനി ഒരു വർഷം കഴിഞ്ഞാല് ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. ചികിത്സിക്കാത്ത പിന്നെ എന്തിനും പേടിയാണ് ചമ്മാക്ക്. മസാല കളകിയാണ്ടല്ലോ ഞാൻ നല്ല ചിലപ്പോ പിന്നെ ചൂടാവൊക്കെ ചെയ്യും. ഇവിടെ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ കരയും. ഞാൻ തന്നെ എടിയേ നീച്ചടിയേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവേ. ഇക്ക ഇതല്ലാണ്ട് വേറെ എന്താണ് ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങളും ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. പക്ഷെ വിസ എപ്പോഴും ഉണ്ട്. സൗദി അറേബ്യയിൽ വിസ ഉണ്ട്. നല്ലൊരു ഗഫീലായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എനിക്ക് പോവാം. വിസ എപ്പോഴും എനിക്ക് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് പോയാണ്ട് വരലുണ്ട്. അവിടെ ആക്ച്വലി അവിടെ തന്നെ നിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? അവിടെ നിക്കാന്ന് പറഞ്ഞാല് പിന്നെ എന്തായാലും അങ്ങോട്ട് ഞാൻ പോവും. അപ്പൊ ഇനി ഒരു വർഷം കഴിഞ്ഞാല് ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് ഒന്ന് സുഖമില്ലാതെ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഞാന് ഇവിടെ കയറിക്കാണ്. ഉച്ചക്ക് കിടക്കാണ്. അതിൽ പറഞ്ഞു പിന്നെ ഉറങ്ങണ നേരത്തെ ഞാൻ ഉച്ചയായാലും 4 മണിക്ക് കിടക്കും. പിന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഇമ്മൂന് സുഖമല്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇമ്മൂന്ന ഞങ്ങളെ വിളിച്ചത്. എടി കുഞ്ഞാൻ കിടക്കുകയാണ് തോന്നുന്നു. ഓനെ വിളിച്ചത്. അപ്പൊ ഇപ്പാനോട് ഇറക്കണ്. ഓൻ എന്തിനാ പിന്നെ അത്രയും വലിയൊരു വണ്ടിയൊക്കെ വാങ്ങിക്കണം. ആ വണ്ടിയിൽ ചിലക്കാതെ ഓനോട് ഇനി ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറയുവാണ്. അപ്പൊ ഞാൻ ഓർക്കണം, ഞാൻ ഇട്ടില്ല. ഞാൻ വന്നേക്കാരം ഉമ്മാനെ കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ കൊടുന്ന് ഒരു കുഴപ്പം എന്താ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ക്ലിയർ ആയി ഇവിടെ കൊടുന്ന് പിന്നെ ഞാൻ 5 മിനിറ്റ് ഇവിടെ കടന്നതാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴാണ് മുന് തീരെയും സുഖമല്ല എന്ന് പറഞ്ഞത്. അതിലും പിന്നെ ഇവളെ വിളിച്ചുമ്മ അവസാനം വിളിച്ചത് ഇവളേന്. വെള്ളം കൊടുത്തു എന്റെ അമ്മക്ക് വിസ്മയും പറഞ്ഞ വെള്ളം കൊടുത്തതും ഇവളാണ്. ആ ഭാഗ്യം അവൾക്ക് കിട്ടിയിരിക്കണം. എന്റെ അനിയനും ഉണ്ടായിരുന്നു. ഞാൻ അപ്പത്തിനും വണ്ടി തിരിച്ചാണ്. വണ്ടി തിരിച്ചാണ്ട് ഓരോ കയറ്റാൻ വേണ്ടി കണ്ട് അങ്ങനെ മനം വണ്ടി പിടിച്ച് പിന്നെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ തന്നെ ഇതായിട്ട് പറഞ്ഞേക്ക് ഞങ്ങളാകെ അല്ല മരണം ഇവിടുന്ന് തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. ഞാനൊരു ഫസ്റ്റ് ടൈമാണ് മരണം നമ്മളെ കയ്യിൽ നിന്ന് പറയില്ലേ, അത് എന്റെ ഇതിൽ ഫസ്റ്റ് ടൈം. എനിക്ക് അറിയില്ല അത് എന്ത് മരിക്കുകയാണെന്നുള്ളത് അറിയില്ല. പക്ഷെ അൻസം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഓൻ വർക്ക് ചെയ്യണത്. ഓൻ പറഞ്ഞു ആ കഴിഞ്ഞിട്ട് ടോർന്നു. എന്തൊക്കെ ഇജ്ജ് പറയണേ ഞാൻ ചോദിച്ചു. ഇജ്ജൊന്നും മുട്ടുന്ന അവിടെ നിന്ന് പറഞ്ഞു. നമുക്ക് പ്രഷർ ഇളകി ഇജ്ജ് മുന്നങ്ങട്ട് വണ്ടിക്ക് വെച്ചായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ആംബുലൻസിൽ പോയപ്പോഴും ഇവരൊക്കെ കരയാണ്. ഞാൻ മുന്നിലാണ് ആംബുലൻസിൽ ഇരിക്കുന്നത്. കാരണം എന്റെ സമ്മതം തെറ്റിയിരിക്കുന്നത്. മൗലാനി കൊണ്ടുപോയപ്പോഴത്തേന് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ല ഇവിടുന്ന് തന്നെ പറഞ്ഞു. നമ്മക്കറിയില്ല. നമ്മൾ എവിടെ ഇത് കൊണ്ടുപോ എന്നാലും ഉമ്മാക്ക് ചികിത്സിക്കാത്ത പിന്നെ എന്തിനും പേടിയാണ് ചമ്മാക്ക്. കാരണം അത്രയും പേടിയാണ്. ഒരു ചെറിയ അസുഖം വന്നാൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. ചെറിയ അസുഖം വന്നാൽ മതി ഞാൻ മരിച്ചു അല്ലേ. അങ്ങനെ പെരും പേടിയാണ് ഉമ്മാക്ക്. അത് ഞമ്മക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ്? അത് ഞമ്മളത് തന്നെയാണ്. ഞമ്മക്ക് പറഞ്ഞാല് പിന്നെ ഇതാക്കിയാണ്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞമ്മള് എങ്ങനെയാണോ ഉള്ളത് അതേമാതിരി തന്നെ. കുറച്ച് പ്രഷർ ഉണ്ട്. പ്രഷർ കുറച്ച് കൂടുതലാണ്. പ്രഷർ ഉണ്ട്. പ്രഷറൊക്കെ ഇളകിയാണ്ടല്ലോ ഞാൻ നല്ല പ്രഷർ ഉണ്ട്. ഇവിടെ ഞാൻ നല്ല ചിലപ്പോ പിന്നെ ചൂടാവൊക്കെ ചെയ്യും. ഇവിടെ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ കരയും. പെട്ടെന്ന് കരയും. പെട്ടെന്ന് പറഞ്ഞാൽ എന്താ കാട്ടിലടി ചോദിച്ചാൽ മതി അപ്പൊ കരയും. അതിന് കഴിഞ്ഞാൽ ഇവിടെ കണ്ണും ഇതൊക്കെ ചോന്ന് പിന്നെ 2 ദിവസം അവിടെ കിടക്കും. അത്രയ്ക്ക് വിഷമല്ലേ പിന്നെ ഇക്ക ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ ആർക്കാണെങ്കിലും പിന്നെ ഞാൻ തന്നെ നീച്ചടിയേ അതാണ്ട് ഓളില്ല. ഓള് ഒരിക്കലും ചെതുക്കില്ല. തെറ്റിക്കഴിഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവേ. അല്ല എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അത്ര ദിവസം ഒന്നും ഇരിക്കില്ല. അത് എന്ന് വെച്ചാല് ഇത്രയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഭാര്യയുടെ അങ്ങനെ വഴക്ക് പറഞ്ഞ ആർക്കാണെങ്കിലും സങ്കടം വരില്ലേക്ക? എന്താണ് ചില നേരത്തില് ഇതാക്കാനേ പിരാന്താണത്. അത് ചിലപ്പോ കുട്ടികളോടും ചൂടാവും. എനിക്ക് കുട്ടികളോട് ചൂടാവുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വരും.
കുട്ടികളോട് സങ്കടം വരും എനിക്ക്. അത് ഐറി എന്ന പറഞ്ഞാ കേൾക്കൂല. ഐറിച്ച് അപകടകാരിയാണ്. എന്താണോ അപകടം അത് ഓള് ഉണ്ടാക്കും. ആണ്. അപ്പൊ അടങ്ങിക്കാരനാല് അടങ്ങിക്കൂല. എന്താട്ടാ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഓളത്.